എം പി രാജേഷ്, നിങ്ങൾ മദ്യ ഉപഭോഗം കുറയ്ക്കാനാണെങ്കിൽ 16 ബാർ ഉള്ളിടത്ത് നിങ്ങൾ 800 ബാർ ആക്കിയില്ലേ? നിങ്ങൾ മദ്യത്തെ വിൽപ്പനയുടെ സമയം വർദ്ധിപ്പിച്ചില്ലേ? നിങ്ങൾ മദ്യ ഉപഭോഗം കുറയ്ക്കുന്നവരാണോ? നിങ്ങൾ വരുമ്പോ അധികാരത്തിൽ വരുമ്പോ എത്ര ബാർ ഉണ്ടായിരുന്നു? സാർ, എന്റെ ഒരു ചോദ്യം, നിങ്ങൾ അധികാരത്തിൽ വരുമ്പോ എത്ര ബാർ ഉണ്ടായിരുന്നു? എന്നോട് ചോദിച്ചല്ലോ. നിങ്ങൾ അതല്ല, കുട്ടികളെ പോലെയല്ല, നിങ്ങൾ അധികാരത്തിൽ വരുമ്പോ എത്ര ബാർ ഉണ്ടായിരുന്നു? ടൈം എത്ര കൂട്ടി? കെ സുരേന്ദ്രൻ തെരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള പണം വാക്കിയതിനുള്ള അഴിമതിയാണെന്ന് അന്നത്തെ പ്രതിപക്ഷ നേതാവ് മുന്നറിയിപ്പ് നൽകി. ഇന്ന് അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ ഈ ടാക്സ് ഘടന പ്രഖ്യാപിച്ചപ്പോൾ ഇന്നത്തെ പ്രതിപക്ഷം പറയുന്നു തെരഞ്ഞെടുപ്പിന് വാങ്ങിച്ചതിന്റെ ഉള്ള ഉപകാര സ്മരണയാണെന്ന്. കേരളത്തിലെ ജനങ്ങൾ എന്ത് മനസ്സിലാക്കണം? ഇത് വളരെ വ്യക്തമല്ലേ. രണ്ട് പ്രശ്നങ്ങളാണ് പ്രധാനമായിട്ടും ചർച്ച ചെയ്യുന്നത്. ഒന്നിന്റെ സാമൂഹ്യ പ്രത്യാഘാതം, അത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ഇവിടെ ഈ വീര്യം കുറഞ്ഞ മദ്യം കടുത്ത മദ്യപാനികളെ രക്ഷിക്കാനുള്ളതാണെന്നുള്ള കണ്ടുപിടുത്തം ഇവരെങ്ങനെ കണ്ടുപിടിച്ചതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതൊട്ടും ശാസ്ത്രീയമല്ല. വീര്യം കുറഞ്ഞ മദ്യം സുലഭമായി കിട്ടുമ്പോൾ നമ്മുടെ കൗമാരപ്രായക്കാരും പെൺകുട്ടികളൊക്കെ അതിലേക്ക് ആകർഷിക്കപ്പെടും എന്നുള്ളതാണ് ലോകം മുഴുവൻ അംഗീകരിച്ചിട്ടുള്ള ഒരു വസ്തുത. അതവിടെ ഇരിക്കട്ടെ. രണ്ടാമത്തെ കാര്യം, ഇതിൻ്റെ ഫൗണ്ടർ ഓഫ് ദി കോൺസ്പിറസി എന്ന് പറയുന്നത് സത്യം പറഞ്ഞ LDF ആണ്. അവർ ഇങ്ങനെ ഒരു നയം ഉണ്ടാക്കി, പഴവർഗ്ഗങ്ങളിൽ നിന്ന് വീര്യം കുറഞ്ഞ മദ്യം ഉണ്ടാക്കാം. പിന്നെ താങ്കൾ നേരത്തെ ചൂണ്ടിക്കാണിച്ച നയവ്യതിയാനം അവരുണ്ടാക്കി. ഈ എം പി രാജേഷ്, നമ്മുടെ മുൻ എക്സൈസ് മന്ത്രി, അദ്ദേഹം പറഞ്ഞു UDFൻ്റെ പല MLA നിയമസഭയിൽ ചോദ്യമായിട്ട് ചോദിച്ചിരുന്നത്. അതെങ്ങനെയാണ് വന്നത്? ഇത് പരസ്യപ്പെടുത്തിയ കാര്യമൊന്നും ആയിരുന്നില്ല. ബെക്കാഡി കമ്പനിയും മറ്റ് പല കമ്പനികളും LDF ഗവൺമെൻറ്റിൻ്റെ കാലത്തും സർക്കാരുമായിട്ട് വില പേശിയിട്ടുണ്ട്. അവർ അപേക്ഷ കൊടുത്തു. ആ അപേക്ഷ സ്വകാര്യമായിരുന്നു, അത് പുറത്തൊന്നും വന്നിരുന്നില്ല. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ, PGക്ക് ഓർമ്മ ഉണ്ടാവുമായിരിക്കും, അന്ന് മനോരമ പത്രമാണെന്ന് തോന്നുന്നു, അത് 1-ാം പേജിൽ വലിയൊരു വാർത്തയായിട്ട് കൊടുത്തു. ഇങ്ങനെ ബെക്കാഡി കമ്പനി, കർണാടകയിൽ നിന്നുള്ളൊരു കമ്പനി ഇവിടെ വന്നിട്ട് വീര്യം കുറഞ്ഞ മദ്യത്തിന് ടാക്സ് കുറയ്ക്കാനുള്ള ശ്രമം നടക്കുന്ന ഒരു അപേക്ഷ കൊടുത്തിട്ടുണ്ട്. ആ വാർത്ത പുറത്തു വന്നു. അതിനെ തുടർന്ന് പലതരത്തിലുള്ള നെഗോഷിയേഷൻ നടന്നിട്ടുണ്ട്. അന്ന് അവർ മാറ്റിവെക്കാനുണ്ടായ കാരണം ഞാൻ മനസ്സിലാക്കുന്നത് LDFലെ പടലപ്പണക്കാണ്. ഒന്ന്, KN ബാലഗോപാൽ ടാക്സ് കുറയുന്നുള്ള ആവലാതി അദ്ദേഹത്തിനുണ്ടായിരുന്നു. പക്ഷേ ഇതിൻ്റെ ബെനിഫിഷ്യറി എക്സൈസ് വകുപ്പാണോ അല്ല ടൂറിസം വകുപ്പാണോ? ഇതുവഴി ഉണ്ടാകുന്ന അഴിമതിയുടെ ബെനിഫിഷ്യറീസ് എക്സൈസ് ആണോ അല്ല ടൂറിസം വകുപ്പാണോ എന്നുള്ള തർക്കമായിരുന്നു. എനിക്കന്ന് അതിൻ്റെ വിശദാംശങ്ങളെല്ലാം കിട്ടിയിരുന്നു. വസ്തുത അതായിരുന്നു. ഇത് ആർക്കാണ് ഇതിൻ്റെ പണം കൊടുക്കേണ്ടത്? ഈ ചർച്ച LDF ഭരണകാലത്ത് പൂർണ്ണമായിട്ട് നടന്നതാണ്. പക്ഷേ പ്രതിപക്ഷ നേതാവും അന്ന് പത്രങ്ങളുമൊക്കെ ഇത് വലിയ വിവാദമാക്കിയപ്പോൾ പ്രതിപക്ഷ നേതാവ് വളരെ ഒരു ഒരു മാലാഖയെ പോലെ സംസാരിച്ചപ്പോൾ LDF ഇത് തൊട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇങ്ങനെയുള്ള വീര്യം കുറഞ്ഞ മദ്യം വിൽക്കാൻ തന്നെയാണ് അവർ തീരുമാനിച്ചിരുന്നത്. പക്ഷേ അവരെ പങ്കുവെക്കലിൽ, വീതം വെക്കലിൽ എന്തൊക്കെയോ ഉണ്ടായിട്ടുള്ള തർക്കം കാരണമാണ് അന്ന് അവർ മാറ്റിവെച്ചത്. ഇന്ദിരാ ഗ്യാരണ്ടിയിലെ പറഞ്ഞ 4 കാര്യങ്ങൾ നടപ്പിലാക്കാൻ നല്ല ചർച്ച വേണമെന്ന് പറയുന്ന ആളാണ് അദ്ദേഹം. 1500 രൂപ പെൻഷൻ കൊടുക്കണോ, അല്ല എല്ലാവർക്കും, എല്ലാ പെണ്ണുങ്ങൾക്കും ബസ്സിൽ ഫ്രീ കൊടുക്കണോ, ഇതിനൊക്കെ ചർച്ച വേണമെന്ന് പറയുന്ന 25 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് ചർച്ച നടത്തിയിട്ടേ പറ്റുള്ളൂ എന്ന് പറയുന്ന മുഖ്യമന്ത്രി, ഇവിടെ ഒരു ചർച്ചയില്ല. നിങ്ങൾ നോക്കൂ, ഇത് വലിയൊരു അക്ഷയപാത്രമാണ്. ഈ VD സതീശൻ ചെറിയൊരു കാര്യമല്ല ചെയ്തിരിക്കുന്നത്, ഒരു ഭീകരമായ കൊള്ളയാണിത്. കാരണം ഇതിപ്പോൾ നാളെ ഫിനാൻസ് ബില്ല് പാസ്സാവും, അപ്പോൾ അത് ഭാഗമായി നാളെ ഏതെങ്കിലും 2 കമ്പനികൾ വന്നിട്ട് ഇവരുടെ അപേക്ഷ കൊടുക്കും. അപേക്ഷ കൊടുത്താൽ ചിലപ്പോൾ ഇവർ വലിയ VM സുധീറിനെ പോലത്തെ ആൾക്കാരൊക്കെ വലിയ ആദർശം പറഞ്ഞിട്ട് ചിലപ്പോൾ കൊടുക്കുമായിരുന്നില്ല അവർ കോടതിയിൽ പോകും. കോടതിയിൽ പോയി കഴിഞ്ഞാൽ അവർക്ക് കിട്ടും. അതുവഴി ഉണ്ടാവാൻ പോകുന്ന ഒരു വലിയ പ്രത്യാഘാതം കേരളത്തെ സംബന്ധിച്ച്, വലിയ തോതിലുള്ള അഴിമതി, കേരളത്തിലെ ജനങ്ങളെ നികുതി അവർക്ക് കിട്ടേണ്ട നികുതി കിട്ടാതെ വലിയ ഭീമമായിട്ടുള്ള ഒരു അഴിമതി ലക്ഷ്യം വെച്ചുകൊണ്ടാണ് നടത്തിയിരിക്കുന്നത്. ഇതിന് LDF ശ്രമിച്ചിട്ട് അവർക്കെന്തോ കാരണം കൊണ്ട് പരാജയപ്പെട്ടു. പക്ഷേ ഇവിടെ ആരെയും പേടിക്കേണ്ട എന്നുള്ള ഒരു നില VD സതീശന് വന്നപ്പോൾ അതിൽ അദ്ദേഹം ഇത് മുന്നോട്ട് പോയി. പ്രശ്നം എന്താണ്? ലീഗുകാർ എന്ത് പറയുന്നു, മതസാമുദായിക സംഘടനകളൊക്കെ എന്ത് പറയുന്നു, ഈ VD സതീശനെ മുഖ്യമന്ത്രിയാക്കാൻ പാടുപെട്ട മറ്റ് ജനങ്ങളൊക്കെ എന്ത് പറയുന്നുള്ളതാണല്ലോ പ്രധാനപ്പെട്ട പ്രശ്നം. അല്ലാണ്ട് ധാർമ്മികതയെക്കുറിച്ച് LDFന് ഒന്നും പറയാനില്ല. ഇന്നിപ്പോൾ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിന് ഇത്രയും വേഗത്തിൽ പറയാൻ കാര്യം എന്താ? അങ്ങേർക്കറിയുന്ന വിഷയമാണിത്. ഈ കമ്പനികളൊക്കെ നേരത്തെ ഇവരുമായിട്ടും നെഗോഷിയേറ്റ് ചെയ്തിട്ടുണ്ട്. അന്ന് എന്തോ തർക്കത്തിൻ്റെ പേരിൽ മാത്രമാണ്, അല്ലാതെ ഒരു സാമൂഹ്യ പ്രതിബദ്ധതയുടെ പേരിലൊന്നും അവർ മാറ്റിവെച്ചതല്ല. അവരാണ് ഇങ്ങനെ ഒരു ഊരാക്കുടുക്ക് ഉണ്ടാക്കിയത്. ഇത്രയും വലിയൊരു എന്താ പറയുക, കേരളത്തിനൊരു ശാപമായി മാറുന്ന ഒരു തീരുമാനം ഉണ്ടാക്കിയത് LDF ആണ്. അവർക്ക് അതിൻ്റെ ലാഭം കൊയ്യാൻ കഴിഞ്ഞില്ല പല കാരണങ്ങൾ കൊണ്ട്. ഇപ്പോൾ അത് UDF ഉണ്ടാക്കുന്നു. ഇവർ തമ്മിൽ ഒരു വ്യത്യാസവുമില്ല. LDFും UDFും രണ്ടല്ല, ഒന്ന് തന്നെയാണ്. അവർ രണ്ടുപേരുടെയും നിലപാട് ഒന്ന് തന്നെയാണ്. കാശുണ്ടാക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി മാത്രമാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇത് പക്ഷേ ജനങ്ങൾക്ക് വലിയ അടി. പഞ്ചാബിൽ ഇപ്പം നമുക്കറിയാമല്ലോ, കോൺഗ്രസിൻ്റെ മുൻ ഗവൺമെൻറ് അവിടുത്തെ നയം മാറ്റി, പിന്നീട് AAP അത് തുടർന്നു. ഇപ്പോൾ മുഖ്യമന്ത്രി തന്നെ സഭയിൽ കള്ളു കുടിച്ച് വരികയാണ്. അത്രയും ഭീകരമായ അവസ്ഥയാണ് പഞ്ചാബിൽ. ആ അവസ്ഥയിലേക്ക് വരാൻ പോവുകയാണ് കേരളം. അതിന് ഈ 2 കൂട്ടരും തുല്യ ഉത്തരവാദികളാണ്. അവർക്ക് ഒരു കാരണവശാലും ഒഴിഞ്ഞു പോകാൻ കഴിയില്ല.
ഈശ്വര ഇതൊക്കെ എന്റെ തലയിലാവൂലോ. അതെങ്ങനെ നിന്റെ തലയിലാവണം? പിന്നെ നീ കയറിയേക്കോ. ഞാനാക്കണ ഞാൻ അതിന്റെ ഒരു കുറവ് മാത്രം. BJP നേതാവ് ഇവിടെ വലിയ പ്രസംഗമൊക്കെ നടത്തുകയുണ്ടായി, ശ്രീ കെ സുരേന്ദ്രൻ. അദ്ദേഹത്തിന്റെ ഗവൺമെന്റ് ഭരിക്കുന്ന എല്ലാ സംസ്ഥാനങ്ങളിലും വീര്യം കുറഞ്ഞ മദ്യമുണ്ട്, നേരത്തെ ഉണ്ട്, എത്രയോ കാലമായിട്ടുണ്ട്. മഹാരാഷ്ട്രയിലുണ്ട്, അതുപോലെ തന്നെ ഗോവയിലുണ്ട്. ഇപ്പൊ ബെക്കാട്ടി കമ്പനിയുടെ പ്രധാനപ്പെട്ട വാദം തന്നെ അതാണ്. മഹാരാഷ്ട്രയിലും ഗോവയിലും ഒക്കെ കുറഞ്ഞ നികുതി നിരക്കാണ് നിശ്ചയിച്ചിട്ടുള്ളത്, കേരളത്തിൽ നിങ്ങൾ അതുപോലെ നിശ്ചയിക്കൂ എന്നുള്ളതാണ്. എന്റെ അറിവ് ശരിയാണെങ്കിൽ UP ഉൾപ്പെടെ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മിക്ക ഹരിയാന, മഹാരാഷ്ട്ര, തെലങ്കാന അടക്കം വലിയ എന്തോ അലമ്പുണ്ടാക്കാൻ വന്നിരിക്കുക. അതെ, നാരായണിമംഗലം നാരായണൻ ആരാണെന്നാ നിന്റെ വിചാരം? അവൻ കലക്കാൻ പോണ കലക്ക് കണ്ടോ? അതെല്ലാം നിങ്ങളെ ഇന്ത്യ മുന്നണിക്കാർ ആദ്യം ഉണ്ടാക്കിയ നിയമങ്ങളാണ്, ഞങ്ങൾ വന്നിട്ട് ഉണ്ടാക്കിയതല്ല സാർ. അതല്ല ഇന്ത്യ മുന്നണി ഉണ്ടാക്കിയതാണ് അവിടെയൊക്കെ. ഹരിയാനയിലും മഹാരാഷ്ട്രയിലൊക്കെ ഞങ്ങൾ വന്നിട്ട് എത്ര കാലമായി? നിങ്ങൾ അതെന്താ മറന്നുപോയത്? നിങ്ങൾ ഇന്ത്യ മുന്നണിക്കാരുണ്ടാക്കി. MP രാജേഷ്, നിങ്ങൾ മദ്യ ഉപഭോഗം കുറയ്ക്കാനാണെങ്കിൽ 16 ബാർ ഉള്ളിടത്ത് നിങ്ങൾ 800 ബാറാക്കിയില്ലേ? നിങ്ങൾ മദ്യത്തെ വിൽപ്പനയുടെ സമയം വർദ്ധിപ്പിച്ചില്ലേ? നിങ്ങൾ മദ്യ ഉപഭോഗം കുറയ്ക്കുന്നവരാണോ? നിങ്ങൾ വരുമ്പോ അധികാരത്തിൽ വരുമ്പോ എത്ര ബാർ ഉണ്ടായിരുന്നു സാർ? എന്റെ ഒരു ചോദ്യം, നിങ്ങൾ അധികാരത്തിൽ വരുമ്പോ എത്ര ബാർ ഉണ്ടായിരുന്നു? എന്നോട് ചോദിച്ചല്ലോ. നിങ്ങൾ അതല്ല, കുട്ടികളെ പോലെയല്ല. നിങ്ങൾ അധികാരത്തിൽ വരുമ്പോ എത്ര ബാർ ഉണ്ടായിരുന്നു? ടൈം എത്ര? രാജേഷ് അത് പൂർത്തിയാക്കട്ടെ, അതിനുശേഷം നമുക്ക് ഒരു ബ്രേക്ക് കൂടെ വേണം. അതുകൊണ്ടാണ് മനസ്സിലായി. എടാ നാറി, നിനക്ക് നാണമുണ്ടോ? ശ്രീ സുരേന്ദ്രൻ പ്ലീസ്, എന്താണിത്? വളരെ മോശം. അല്ല, അങ്ങനെയല്ല. താങ്കൾ BJP ആണ് അത് കൊണ്ടുവന്നതെന്ന് പറഞ്ഞത് കൊണ്ടാണ്. BJP അല്ല, അവിടെ കോൺഗ്രസ്, നിങ്ങളുടെ സഖ്യകക്ഷിയാണ് അതെല്ലാം കൊണ്ടുവന്നത്. അല്ലാതെ പറയേണ്ട ആവശ്യമില്ല എനിക്ക്. ഓക്കെ, രാജേഷ് പൂർത്തിയാക്കും. മുതിർന്ന നേതാവിന് ആവശ്യമായ പക്വത വേണ്ടേ? അല്ല, എന്നെ പക്വത പഠിപ്പിക്കാൻ രാജേഷ് നിങ്ങൾ പരിഹസിച്ചുകൊണ്ട് പറഞ്ഞതാണ്. ചർച്ചയിൽ പങ്കെടുക്കുന്ന നേതാവുകൾ ഞാൻ അങ്ങേയെന്ന് വിളിച്ചുകൊണ്ടാണ് സംസാരിച്ചത്. നിങ്ങൾ വലിയ വിശേഷണം എനിക്ക് തന്നപ്പോഴാണ് ഞാനിത് പറഞ്ഞത്. നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. ഈ കേരളത്തിലെ പിന്നെ സ്ഥിതിഗതികളൊക്കെ വെച്ച് കെ സുരേന്ദ്രൻ ചില നിഗമനങ്ങളൊക്കെ നടത്തി. എനിക്ക് അദ്ദേഹത്തോട് ഓർമ്മിപ്പിക്കാനുള്ളത്, ഇവിടെ UP ചില പ്രത്യേക നഗരങ്ങളിൽ, കേന്ദ്രങ്ങളിലൊക്കെ അവിടുത്തെ അബ്കാരി പോളിസി പ്രകാരം ബിയറും വൈനും ഒക്കെ വിൽക്കാൻ ബാർ ലൈസൻസ് പോലും വേണ്ട. മാടക്കടകളിലും പെട്ടിക്കടകളിലും ഒക്കെ അത് കിട്ടും. അപ്പം അങ്ങനെയൊക്കെയുള്ള സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടിയൊക്കെയാണ് ഇവിടെ ഇതിനെ പിന്നെ ഇത്തരത്തിൽ ക്രിട്ടിസൈസ് ചെയ്യുന്നത് എന്നൊന്ന് അദ്ദേഹത്തെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. LDFന്റെ മദ്യനയം ഉപയോഗിച്ച് UDF പണം ഉണ്ടാക്കുന്നു. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട്, എല്ലാ കേസുകളിലും ഉണ്ട് കേരളത്തിൽ. കഴിഞ്ഞ 60 കൊല്ലമായിട്ട് LDFും UDFും നടത്തുന്നത് അത് തന്നെയാണ്. ഇപ്പോൾ ഈ മാസപ്പടി കേസിൽ എന്താണ്? മാസപ്പടി കേസിൽ പിണറായി മാത്രമല്ലല്ലോ, ചെന്നിത്തലയുണ്ട്, ഉമ്മൻചാണ്ടിയുണ്ട്, കോൺഗ്രസിലെ എല്ലാ നേതാക്കളും ഉണ്ട്. അവർക്കും കിട്ടിയിട്ടുണ്ട് ഇഷ്ടം പോലെ മാസപ്പടി. അപ്പോൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് LDFും UDFും തമ്മിൽ ഒരേ നിലപാടാണ്. ഇവർ രണ്ടുപേരും ഒരുപോലെ തന്നെയാണ്. പിന്നെ ഏതോ MLA പറയുന്നിട്ട് UP എവിടെയോ പിന്നെ പെട്ടിക്കടയിൽ കിട്ടുന്നു. ഇതൊക്കെ ഈ ചർച്ചയിൽ വന്ന് പറയാന്ന് പറഞ്ഞാൽ UP BJP ഭരിച്ചതിന് ശേഷം ഒരു മാറ്റവും വരുത്തിയിട്ടില്ല സഖാവേ. കർണാടകയിലും അല്ല, പിന്നെ മഹാരാഷ്ട്രയിലോ ഗോവയിലോ BJP വരുന്നതിന് ശേഷം ഒരു മാറ്റവും വരുത്തിയിട്ടില്ല. അതിന് മുമ്പുണ്ടായ നിയമങ്ങളാണ് അതെല്ലാം. അതുകൊണ്ട് ഈ മാതിരി നിലപാട് LDFും UDFും തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ല. അതുകൊണ്ടാണല്ലോ LDFന് ഈ തകർച്ച ഉണ്ടായത്. ഇവർ കോൺഗ്രസിൻ്റെ അതേ നയം തന്നെയാണ് അവരും എടുത്തത്. അന്നാണ് ഈ സ്പായുടെ കാര്യത്തിലൊക്കെ ഇവർ ടൂറിസത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. ഇപ്പോൾ ബാംഗ്ലൂരിലും അതുപോലെ പിന്നെ ബോംബെയിലൊക്കെ ഉള്ളതുപോലെയാണ് നമ്മുടെ നാട്ടിൽ സ്പാ. അന്ന് ടൂറിസം വകുപ്പ് ആളുകളെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് പല കാര്യങ്ങളിലും മാറ്റം വരുത്തിയിട്ടുണ്ട്. മദ്യനയത്തിലും മാറ്റം വരുത്താൻ തീരുമാനിച്ചു. ആ മാറ്റം വരുത്താനുള്ള തീരുമാനം അവരെടുത്തത് തന്നെ ഇതിനു വേണ്ടി തന്നെയാണ്, ഇത്തരം കമ്പനികളെ ആകർഷിക്കാൻ വേണ്ടി തന്നെയാണ്. പക്ഷേ ചില കാര്യങ്ങളിൽ അവർക്ക് സ്വീകാര്യമായ നില വന്നില്ല. അത് കമ്മീഷനിലാണോ അതല്ല മറ്റെന്തെങ്കിലും ആണെന്ന് അവരാണ് പറയേണ്ടത്. അല്ലാതെ അവർ കേരളത്തെ രക്ഷിക്കാൻ ഇവിടെ മദ്യ ഉപഭോഗം കുറയ്ക്കാൻ ഒരു മദ്യവും കുറച്ചിട്ടില്ല. രാജേഷിൻ്റെ കാലത്താണ് ഏറ്റവും കൂടുതൽ ബാറുകൾ തുറന്നത്, സമയം നീട്ടിക്കൊടുത്തത്. മദ്യമുതലാളിമാരിൽ നിന്ന് കാശ് വാങ്ങിയതിനെ സംബന്ധിച്ച് വലിയ ആരോപണങ്ങൾ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഇതെല്ലാം നമ്മുടെ മുമ്പിലുള്ള കാര്യങ്ങളാണ്. ഇപ്പോൾ മദ്യനയത്തിൻ്റെ കാര്യത്തിൽ LDFും UDFും തമ്മിൽ ഒരു വ്യത്യാസവുമില്ല. അഴിമതിയുടെ കാര്യത്തിൽ UDFും LDFും തമ്മിൽ ഒരു വ്യത്യാസവുമില്ല. കൂട്ടുകച്ചവടത്തിൻ്റെ കാര്യത്തിലും UDFും LDFും തമ്മിൽ ഒരു വ്യത്യാസവുമില്ല. ഇവർ രണ്ടും ഒരേ കള്ള നാണയത്തിൻ്റെ രണ്ട് വശങ്ങൾ തന്നെയാണ്. പ്രവർത്തന സമയം കൊല്ലുപോലെ കൈ കലക്കി കലക്കിന്ന് പറഞ്ഞാ പോലെ കലക്കി